ഹലോ, വന്നവരും വരുന്നവരും. ഓക്കെ, നമ്മളെല്ലാ മാസവും അപ്കമിങ് ഫോണുകളുടെ ഒരു വീഡിയോ ചെയ്യാറുണ്ട്. എന്നാൽ അതിൽ ഏതൊക്കെ ഫോണുകൾ വന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറില്ല. ഓക്കെ, ഇന്ന് മുതൽ, അതായത് ഈ ഒരു മാസം മുതൽ നമ്മൾ വന്നവരും വരുന്നവരും എന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ മാസം 1-ാം തീയതി അല്ലെങ്കിൽ ഒരു 2-ാം തീയതിയോട് കൂടിയിട്ട്, അതായത് ഫസ്റ്റ് 2-3 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യും. കഴിഞ്ഞ മാസം ഏതൊക്കെ ഫോണുകൾ വന്നു, ഇനി ഈ മാസം ഏതൊക്കെ ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. കഴിഞ്ഞ മാസം ഇറങ്ങിയതിൽ വെച്ചിട്ട് പ്രമുഖൻ നമ്മളുടെ വിവോ എക്സ് ഫോൾഡ് 3 Pro എന്ന് പറയുന്ന ഫോണായിരുന്നു. ഫോൾഡ് ഫോണാണ്. 1,60,000 രൂപയാണ് ആ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത്. എല്ലാം ടോപ്പ് നോച്ചാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3യുടെ ചിപ്സെറ്റ്. മൊത്തത്തിൽ ഒന്നും പറയണ്ടല്ലോ, 1,00,000 മുകളിലാണ്. സോ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഓഡിയൻസ് ഉണ്ടായിരിക്കും. അതേപോലെ ലാവ യുവ 5G എന്ന് പറയുന്ന 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു സെഗ്മെന്റ് ഫോൺ വന്നിട്ടുണ്ട്. ലാവ എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയാണ്. സോ ലാവ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫോൺ വാങ്ങി പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇന്ത്യൻ കമ്പനിയല്ലേ, കയറി വരട്ടെ. അതേപോലെ ഓപ്പോ F27 Pro എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട്. 28,000 രൂപയാണ് ആ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത്. അതിന്റെ ഇന്റേണൽ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഡിമെൻസിറ്റി 7050 ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് IP69ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ വെച്ചിട്ട് വരുന്ന ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ള ആദ്യത്തെ ഫോണാണ് എന്നുള്ളതാണ്. ഒരു കാറ് കയറിയാലോ അല്ലെങ്കിൽ ഒന്ന് താഴെ വീണാലോ ഒന്നും അതിന് സംഭവിക്കില്ല എന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും ഓപ്പോ F27 Pro കഴിഞ്ഞ മാസം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതേപോലെ എടുത്ത് പറയേണ്ട ഫോണാണ് മോട്ടറോള എഡ്ജ് 50 Ultra എന്ന് പറയുന്ന ഫോൺ. അതും ഏകദേശം 55,000 50,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് അതും വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8s Gen 3യുടെ ചിപ്സെറ്റ് ആണ് വരുന്നത്. മോട്ടോ AI വെച്ചിട്ട് വരുന്ന ഇന്ത്യയിലോട്ട് വരുന്ന ഫസ്റ്റ് ഫോണാണ് മോട്ടറോള എഡ്ജ് 50 Ultra എന്ന് പറയുന്നത്. ഈ മോട്ടറോള എന്ന് പറയുന്നത് ഈ ഒരു പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം ആളുകൾ അത് സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. എനിവേ, അതേപോലെ മോട്ടറോളയുടെ സൈഡിൽ നിന്ന് മോട്ടറോള G04S എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഏകദേശം 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞിയ ഫോൺ, വലിയ വെടിയും പോകുമൊന്നുമില്ല. യൂണിസോക്കിന്റെ ഒരു പ്രൊസസ്സറാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ G04S എന്ന് പറയുന്ന ഫോൺ വന്നിട്ടുണ്ട്. റിയൽമിയുടെ സൈഡിൽ നിന്ന് റിയൽമി GT6 എന്ന് പറയുന്ന ഫോണാണ് കഴിഞ്ഞ മാസം പ്രധാനമായിട്ടും ഇന്ത്യയിലോട്ട് വന്നത്. വേറൊരു നാർസോ എന്ന് പറയുന്ന ഒരു സീരീസിൽ ഒരു ഫോൺ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് തപ്പിയിട്ട് കണ്ടില്ല ഏതാണ് എന്താണെന്നുള്ളത്. ഓക്കെ, അത് പോട്ടെ. എന്തായാലും മെയിൻലി റിയൽമി GT6 എന്ന് പറയുന്ന ഫോണാണ് വന്നിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 8s Gen 3യുടെ ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 40,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഗെയിമിംഗ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ആ ഒരു ഫോൺ മെയിൻലി നോക്കാനായിട്ട് സാധിക്കുക. ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് ഇൻഫിനിക്സ് നോട്ട് 40 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നോട്ട് 40 സീരീസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് സൊല്യൂഷൻ ആണ്. ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. ആ ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ട് കിറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എനിവേ, ഇതിന്റെ പ്രൈസ് വരുന്നത് 20,000 രൂപയ്ക്ക് താഴെയാണ്. ഷവോമിയുടെ സൈഡിൽ നിന്ന് ഷവോമി 14CV എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈക്കയുടെ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൽ വരുന്നത്. അതുകൂടാതെ ഒരു കോമ്പാക്ട് ഫോണാണ്, ഒരു കുഞ്ഞൻ ഫോണായിട്ടാണ് വരുന്നത്. എനിവേ, 43,000 രൂപയ്ക്കാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. OnePlusന്റെ സൈഡിൽ നിന്ന് നോഡ് CE4 Lite എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 695ന്റെ ചിപ്സെറ്റ് വെച്ച് വരുന്ന ഈ ഒരു ഫോണിന്റെ പ്രൈസ് 18,000 19,000 20,000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും ഫോണുകളാണ് വന്നവരുടെ കൂട്ടത്തിൽ. ഇനി വരുന്നവരുടെ കാര്യത്തിലോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, ഗാലക്സി അവരുടെ ആ ഒരു അൺഫോൾഡ് ഇവന്റ് ഈ മാസം 10-ാം തീയതിയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇവന്റിൽ ഗാലക്സി ഫോൾഡ് ഫ്ലിപ്പ് സീരീസുകളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇപ്രാവശ്യത്തെ ഈ മാസത്തെ 1,00,000 മുകളിലുള്ള ഫോണുകൾ ഈ ഒരു ഗാലക്സി ഫോൾഡ് 6 അതേപോലെ ഫ്ലിപ്പ് 6 ഫോണുകളായിരിക്കും. അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വാച്ച് മോഡലുകൾ, പിന്നെ അവരുടെ ഗാലക്സി റിങ്, ബഡുകൾ, അങ്ങനെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ഫോണാണ് M35 എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ M34ന്റെ കാര്യം നോക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല ഫോണായിരുന്നു. ഒരു വാല്യൂ ഫോർ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഫോണായിരുന്നു. ഇനി ഈ ഒരു 35ന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഇവരുടെ എക്സിനോസിന്റെ ചിപ്സെറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ M34നെ അപേക്ഷിച്ച് ഇവിടെ 5 ഹോൾ ടൈപ്പ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിരിക്കും. 5-6 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6,000 mAhന്റെ അല്ലെങ്കിൽ 7,000 mAhന്റെ ഒക്കെ ബാറ്ററി ഈ ഒരു ഫോണിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് ഞാൻ പറയുന്നില്ല, സാംസങ് ആണ്. എത്രയാണ് അവർ പ്ലാൻ ചെയ്യാൻ പോണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഫോണാണ് CMF ഫോൺ 1 എന്ന് പറയുന്നത്. CMFന്റെ സൈഡിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ഫോൺ ഇറങ്ങാനായിട്ട് പോകുന്നത്. എനിവേ, ഡിമെൻസിറ്റി 7300 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത് എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. അതുകൂടാതെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. നത്തിങ് OS ആണ് ഇതിൽ വരിക. അതാണ് ഈ ഒരു ഫോണിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്.
സോ നമുക്ക് ആ ഒരു നത്തിങ്ങിലൊക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ സൈഡ് ഉണ്ടല്ലോ, അത് ഈ ഒരു CMF ഫോണിൽ വരുന്നുണ്ട്. 20,000 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഷവോമിയുടെ സൈഡിൽ നിന്ന് Redmi 13 5G എന്ന് പറയുന്ന ഒരു ഫോൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 12,000 രൂപയ്ക്ക് താഴെയൊക്കെയാണ് പ്രൈസ് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. അതായത് ഒരു വില കുറഞ്ഞ 5G ഫോൺ, സ്നാപ്ഡ്രാഗൺ 4 Gen 2 ഒക്കെയാണ് ഇതിൽ കൊടുക്കാനുള്ള ഒരു ചാൻസ് വരുന്നത്. മോട്ടറോളയുടെ സൈഡിൽ നിന്ന് എല്ലാ മാസം ഓരോ ഫോണുകൾ വെച്ച് വരുന്നുണ്ട്. ഈ മാസം 2 ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ അവരുടെ ഒരു ഫ്ലിപ്പ് ഫോണാണ് Razer 50 Ultra എന്ന് പറയുന്ന ഫോൺ ഈ മാസം 4-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആമസോൺ വഴിയാണ് ഇത് വാങ്ങാനായിട്ട് സാധിക്കുക. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 80,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ്. സ്നാപ്ഡ്രാഗൺ 8s Gen 3യുടെ ചിപ്സെറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വലിയൊരു കവർ സ്ക്രീൻ ഒക്കെയാണ് ഇതിൽ വരാനായിട്ട് പോകുന്നത്. എന്തായാലും ഈ മാസം 4-ാം തീയതി, അതായത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിന്റെ ലോഞ്ച് ഇവന്റ് ഉണ്ട്. അതേപോലെ തന്നെ മോട്ടറോള G85 എന്ന് പറയുന്ന ഫോൺ ഈ മാസം അവസാനത്തിന് മുന്നായിട്ട് എന്തായാലും ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മറ്റ് യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഈ ഒരു G85 ലോഞ്ച് ചെയ്തു എന്നുള്ളൊരു വാർത്ത ഞാൻ വായിച്ചായിരുന്നു. എന്തായാലും 20,000 രൂപയ്ക്ക് താഴെ ഒരു AMOLED ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ട് ഒരു നോർമൽ 6 Gen 3 ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ മാസം അവസാനത്തിനുള്ളിൽ മോട്ടറോള G85 എന്ന് പറയുന്ന ഫോണും വരുന്നുണ്ട്. ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള Reno 12 സീരീസ് ഫോണുകൾ ഈ മാസം ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 2 മാസം ആയിട്ടുണ്ട് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ട്, അതേപോലെ കഴിഞ്ഞ മാസം യൂറോപ്പിയനിലും അതേപോലെ UK-ലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് ആണ് നമുക്ക് താങ്ങാനായിട്ട് പറ്റാത്തത്. വാല്യൂ ഫോർ മണി ആയിരിക്കില്ല, അതിൽ കൊടുത്തിരിക്കുന്ന സ്പെക്കിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കില്ല ഇതിൽ വരിക. ഓപ്പോ Reno സീരീസ് എന്ന് പറയുന്നത് ആ ഒരു സീരീസ് ഭയങ്കര സക്സസ് ആണ്. ഒരുപാട് ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു സീരീസ് ആണ് ഓപ്പോയുടെ ഈ ഒരു Reno സീരീസ് എന്ന് പറയുന്നത്. എന്തായാലും അതിൽ Reno 12 സീരീസുകൾ ഈ മാസം ഇന്ത്യയിലോട്ട് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഹോണർ ഇന്ത്യയിൽ വന്നതിന് ശേഷം ആകെ 1-2 ഫോണുകൾ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. ഹോണർ 90 എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു 20,000 രൂപയുടെ ഫോണിന് 40,000 രൂപയെ വെച്ചിട്ടാണ് അവർ ആ ഫോൺ ഇറക്കിയത് തന്നെ. അതിനുശേഷം കാര്യമായിട്ട് അവർക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ അവരുടെ 200 സീരീസ് ഫോണുകൾ ഈ മാസം ഇന്ത്യയിലോട്ട് ലോഞ്ച് ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ ഒരു ഫോണും കൂടി വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസ് ഹോണർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള പരിപാടി കൂട്ടിയിട്ട് പോകേണ്ടത് തന്നെ വരും. ഇവർ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ആകെ 6-7 മാസമേ ആവുന്നുള്ളൂ. കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. എന്തായാലും ഹോണറിന്റെ സൈഡിൽ നിന്ന് ഹോണർ 200 സീരീസിൽ 2 ഫോണുകൾ, ഹോണർ 200 ആൻഡ് 200 Pro എന്ന് പറയുന്ന മോഡലുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള പ്രൈസ് നമ്മൾ ഇവിടെ വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ ഹോണർ 200-ൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഇവിടുത്തെ പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ 45,000 രൂപ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു 200 Proയിൽ 8s Gen 3 ആണ് കൊടുത്തിട്ടുള്ളത്. പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 65,000 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. സോ ആ ഒരു പ്രൈസും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതേപോലെ അങ്ങോട്ട് കൂട്ടിപ്പോവും. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി എല്ലാവർക്കും താല്പര്യമുള്ള ഒരു സീരീസാണ് വിവോയുടെ V സീരീസുകൾ. അതിൽ വിവോ V40 സീരീസുകൾ ഈ മാസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ചൈനയിൽ കഴിഞ്ഞ മാസം S സീരീസിൽ S19 ആൻഡ് S19 Pro എന്ന് പറയുന്ന 2 മോഡലുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോഡലുകൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത് V സീരീസ് ആക്കിയിട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ V സീരീസ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, റെൻഡേഴ്സ്, അതൊക്കെ ഈ ഒരു S19 മോഡലുകളാണ് വരുന്നത്. വിവോ V40-ൽ എക്സ്പെക്ട് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3യുടെ ചിപ്സെറ്റ് ആണ്. വിവോ V40 Proയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് Dimensity 9200 ചിപ്സെറ്റ് ആണ്. ഇതിന്റെ പ്രൈസും നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം വിവോ ആണ് ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടാണ് ഈ ഒരു V സീരീസ് കൂടുതലും വരുന്നത്. എന്തായാലും ഒരു 40,000 രൂപ 30,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത്. OnePlusന്റെ Nord 4 കഴിഞ്ഞ മാസവും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു, ഈ മാസവും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വരുമെന്ന് തന്നെയാണ് പറയുന്നത്. വരട്ടെ. ഇനിയിപ്പോൾ ഇതിന് വലിയ ആവശ്യക്കാരുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ആ ഒരു ചിപ്സെറ്റ് വെച്ചുകൊണ്ട്, അതായത് 7+ Gen 3 വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇഷ്ടംപോലെ നല്ല ഫോണുകളായിട്ടുണ്ട്. OnePlusന് കാര്യമായിട്ട് എന്തെങ്കിലും ഇനി വന്നാലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വരട്ടെ, അതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കാം. അപ്പോൾ OnePlus Nord 4 എന്ന് പറയുന്ന ഫോണും ഈ ഒരു മാസം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫോണുകളാണ്, ഏകദേശം 10ഓളം ഫോണുകളാണ് ഈ ഒരു മാസം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ വന്നവരും വരുന്നവരും ആ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.